വെൽക്കം ടു സ്പെഷ്യൽ ഡ്രീംസ്. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ലേഹ്യം നമ്മൾ ശേഷമുള്ള പ്രസവിച്ച് ഗർഭിണി ആയത് തൊട്ട് നമ്മളുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, 10 മാസം കഴിക്കേണ്ട പാൽ കഷായത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തു. എന്തൊക്കെ ഛർദി വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രസവശേഷം കഷായം അരിഷ്ടമെല്ലാം കഴിക്കേണ്ട രീതിയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തു. ഇനിയിപ്പം ഞാൻ വന്നിട്ടുള്ള മരുന്നുണ്ടേയും ചെയ്തു. മരുന്നുണ്ട് അല്ലെങ്കിൽ മരുന്ന് പൊടിയായിട്ടും കഴിക്കാം, ഉണ്ടയായിട്ടും കഴിക്കാം. അത് ആ വീഡിയോയിൽ നന്നായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയുള്ളത് ലേഹ്യമാണ്. അപ്പം നമ്മൾ മരുന്നുണ്ട്, കഷായം അരിഷ്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തടിയുള്ളവർ പൊതുവേ ലേഹ്യം കഴിക്കില്ല. തെങ്ങിൻപൂക്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാതെ മടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് ഒഴിവാക്കിയിട്ട് നേരെ മരുന്നുണ്ടയിലേക്ക് കിടക്കുകയാണ്. അതാണ് ഞാൻ ഫസ്റ്റ് മരുന്നുണ്ടേൻ്റെ ഇടാൻ കാരണം. അപ്പം അതിന് ശേഷമാണ് മരുന്നുപൊടി, അതായത് മരുന്നുണ്ട് അല്ലെങ്കിൽ മരുന്നുപൊടി കഴിച്ചതിന് ശേഷമാണ് ലേഹ്യം കഴിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. അതിന് മുന്നേ ആണെങ്കിൽ നല്ലതെന്ന് പറയുന്നത്. പക്ഷേ തെങ്ങിൻ പൂക്കൾ ആദ്യമൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ലേഹ്യമാണ് മഞ്ഞൾ ലേഹ്യം. ക്യാരറ്റ് മഞ്ഞളൊക്കെ കൊണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും എന്നുള്ള ഇത് നല്ല അണുക്കളെയൊക്കെ കളഞ്ഞ് നല്ല ശുദ്ധമായ രക്തം നമ്മുടെ ശരീരത്തിൽ ഓടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലേഹ്യമാണ് ഈ മഞ്ഞൾ ലേഹ്യം. പ്രൊമോഷനല്ല, എന്തായാലും നല്ല ലേഹ്യമാണ്. അപ്പോൾ ഇത് ഹോം മെയ്ഡാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലേഹ്യമാണിത്. അപ്പം പ്രസവിച്ചവർ വീട്ടിലുണ്ടെങ്കിൽ പൊതുവേ കറന്നോർമാരായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ലേഹ്യമാണ്. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ അമ്മയും ചേച്ചിയും ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ടുള്ള ശീലമുള്ളൂ. അപ്പം അമ്മ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മഞ്ഞൾ ലേഹ്യം ഉണ്ടാക്കുന്നതെന്നല്ലേ. അപ്പോൾ ആദ്യം തന്നെ 2.5 വെച്ച് ശർക്കര എടുത്തിട്ട് ശർക്കര പനിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം, മഞ്ഞൾ, ക്യാരറ്റ്. അപ്പം മഞ്ഞളിൻ്റെ പകുതിയാണ് നമ്മുടെ ഈത്തപ്പഴവും ക്യാരറ്റും വേണ്ടത്. അതായത് ഈത്തപ്പഴവും ക്യാരറ്റിൻ്റെ ഇരട്ടി വേണം മഞ്ഞളെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടിയിട്ട് ഏറ്റവും കൂടുതൽ മഞ്ഞൾ ലേഹ്യം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് മഞ്ഞളാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഈത്തപ്പഴം, ക്യാരറ്റ്, മഞ്ഞൾ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 വിസിലാകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ഇപ്പുറത്ത് ശർക്കര പാനിയാണ്. അപ്പോൾ ഇത് രണ്ടാകുമ്പോഴേക്കും നമുക്ക് ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കണം. ഇതും കൂടി അരക്കാൻ വേണ്ടിയിട്ടാണ്. അണ്ടിപ്പരിപ്പും ബദാമും ഈ പറഞ്ഞ വേവിച്ച സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് അടിക്കാൻ വേണ്ടിയാണ്, അരച്ച് നല്ല വൃത്തിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ തൊലി കളഞ്ഞു. അണ്ടിപ്പരിപ്പ് പിന്നെ മിക്സിയിലിട്ട് അടിക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് സംഭവം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിക്കാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അടിക്കേണ്ടി വരും. ബദാമും അണ്ടിപ്പരിപ്പും ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യം ചെയ്യാൻ. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ടു. ഇതും 2ാമത്തെ പ്രാവശ്യമായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. നമുക്കൊരു നല്ല കടായി വെക്കാം. കടായി വെച്ചിട്ട് ഒരു 2 സ്പൂണ് നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരും. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ നല്ല തടി വെക്കുന്നത് കാരണം എല്ലാവരും നെയ്യിൻ്റെ അളവ് കുറയ്ക്കും. അപ്പോൾ നമ്മൾ ഈ സംഭവം നല്ല ടേസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല വൃത്തിക്ക് ചേർക്കണം. അപ്പം ഈ സംഭവങ്ങൾ എല്ലാം അരച്ചെടുത്ത സംഭവങ്ങൾ, ക്യാരറ്റ്, മഞ്ഞൾ, പിന്നെ ഈത്തപ്പഴം, പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ്, ബദാമൊക്കെ കൂടി അരച്ച് അരപ്പ് നമുക്കിതിലേക്ക് നന്നായിട്ട് ചേർത്ത് വഴറ്റി എടുക്കണം. ഇപ്പോൾ ഒരു വെള്ളപ്പശ ഉണ്ടല്ലോ, അത് നന്നായിട്ട് വറ്റണം. അന്നേരം നമുക്ക് വേറൊരു സംഭവം ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ അത്യാവശ്യം ഇളക്കുക. ഇപ്പോൾ ഇളക്കിക്കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. മൊത്തം ശർക്കരയും നമുക്ക് ആവശ്യമാണ്. അതായത് ലേഹ്യം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മധുരം ഉണ്ടെങ്കിൽ നമുക്ക് വായിൽ വെച്ച് ഇറക്കാൻ പറ്റുമല്ലോ. അന്നേരം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 2 തെങ്ങിൻ്റെ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് 2ാം പാലാണ് പിഴിഞ്ഞെടുത്തതിൻ്റെ 2ാം പാൽ കുറച്ച് ഇതിലൊഴിച്ചു. ഇനി നമുക്ക് കുറച്ച് വേറൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്കൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു. ഇതൊന്ന് ജസ്റ്റ് സെറ്റാകുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം ചെയ്തെടുക്കാനുണ്ട്. ഒരു പാത്രത്തിൽ നമ്മൾ 2 കയ്യിൽ അരിപ്പൊടി, അതായത് ഏകദേശം 2 കപ്പോളം, ഒരു 1.5 കപ്പോളം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ, ഈ 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ അരിപ്പൊടിയുടെ കട്ടിയൊന്നും കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതും ഏകദേശം കുറുകിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ
ലേഹ്യത്തിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഈ പറയുന്ന മിശ്രിതം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടി ഉള്ള എന്നിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായി കുറുകി വരുമ്പോഴാണ് ഇനി നമ്മൾ ഫസ്റ്റത്തെ പാൽ ഒഴിക്കുക. ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റത്തെ പാൽ, അതായത് ഒരു ചെറിയ പാട്ടിക്ക് ഒരു മുക്കാൽ പാട്ടിയോളം ഉണ്ടായി ഫസ്റ്റത്തെ പാലെന്ന് പറയുന്നത്. അപ്പം ഏകദേശം ഒരു 2-2.5 ഗ്ലാസ്സോളം ഉണ്ടാവും. അപ്പം ഇതും നന്നായിട്ട് കുറുകി വരണം. എല്ലാം കൂടി ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ മൊത്തമായിട്ട് തെറിക്കും, നമ്മുടെ ദേഹത്തേക്കൊക്കെ തെറിക്കും. അപ്പം ഇതാണെങ്കിൽ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം. മിക്സിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇനി ഏകദേശം ഡ്രൈ ഫോം ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. 3 സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലുള്ള ആ നെയ്യിൻ്റെ പറ്റൊക്കെ നമ്മൾ നല്ല വൃത്തിക്ക് തുടച്ചിട്ടിട്ടുണ്ട്. ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. നന്നായിട്ട് വൃത്തിക്ക് തുടച്ചിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഇതാക്കി എടുക്കുക. ഒരു വെള്ളപ്പശ ഒട്ടും ഉണ്ടാവാൻ പാടില്ല, ഡ്രൈ ഫോമിൽ തന്നെ ആയിരിക്കണം. അപ്പം നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ, പുറത്ത് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിലും കുറേ കാലം നിൽക്കും. അപ്പം നല്ല വെള്ളം പശ ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പം അത്രയും സമയം എടുത്തിട്ടാണ് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ ആ വെള്ളപ്പശ കളഞ്ഞൊരു മിഠായി പരുവമാവും ഇത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. രക്തം ശുചിയാവുന്നത് കൂടാതെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എന്താ വെച്ചാൽ അവരുടെ കളർ വെക്കാനും അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും രക്തം ശുചിയാക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.